ഓം ശ്രീ വിഷ്ണുമായ സ്വാമി നമ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, പലരുടെയും ജീവിതത്തിൽ നിരന്തരം ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ്. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടും അതൊട്ട് മാറുന്നില്ല താനും. അത്തരത്തിലുള്ള അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻജന്മത്തിലും ഈ ജന്മത്തിലും ഉള്ള കർമ്മഫലം അനുഭവിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ വ്യത്യസ്തമായ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മൾ നേരിടേണ്ടതായി വരും. എന്നാൽ നിങ്ങൾ കുടുംബദേവതയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ജന്മനക്ഷത്രത്താലും ജാതകവശാലും നമുക്ക് ഇഷ്ടദേവതയെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഓരോ നാളിലും യോജിക്കുന്ന ഇഷ്ട ദൈവങ്ങളെയും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളെയും കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന ഇഷ്ടദൈവങ്ങളെ കൂടാതെ ഒരുപക്ഷെ ചില ദൈവങ്ങളോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക മാനസിക അടുപ്പം തോന്നിയേക്കാം. അത്തരത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒട്ടും അവഗണിക്കേണ്ട കാര്യമില്ല. കാരണം മുൻജന്മത്തിൽ നിങ്ങളും ആ ദൈവസങ്കല്പവുമായി വളരെ അടുത്ത ബന്ധം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു തോന്നലുണ്ടാകുന്നത്. എന്നിരുന്നാലും പാത്രമറിഞ്ഞു വിളമ്പുക എന്നൊരു പ്രയോഗം തന്നെയുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ നാളിനനുയോജ്യമായിട്ടുള്ള ഇഷ്ടദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ നിരന്തരമായ കർമ്മദോഷങ്ങളെയും മറ്റു തരത്തിലുള്ള ദുരിതങ്ങളെയും മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെയും ഇഷ്ടദൈവങ്ങളെ തിരിച്ചറിഞ്ഞ് ഒപ്പം തന്നെ ഓരോ നാളുകാരും ചെയ്യേണ്ട കർമ്മങ്ങളെയും കുറിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഗണപതി ഭഗവാനാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. എന്നിരുന്നാലും സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കാൻ അശ്വതി നക്ഷത്രത്തിന് സാധിക്കുന്നു. ഒപ്പം തന്നെ വിനായക ചതുർത്ഥി വ്രതം, പിറന്നാൾ ദിവസം ഗണപതി ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. അശ്വതിയും ചൊവ്വയും കൂടി ഒന്നിച്ചു ചേരുന്ന ദിവസം സുബ്രഹ്മണ്യ സ്വാമി ഭജനം നടത്തുന്നതും അശ്വതി നക്ഷത്രത്തിൻ്റെ ദുരിതങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭദ്രകാളി ദേവിയാണ് ഭരണി നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദേവത. സുബ്രഹ്മണ്യ സ്വാമിയെയും പരമശിവനെയും ഭജിക്കുന്നത് ഭരണി നക്ഷത്രത്തിന് ഗുണകരമാണ്. ഭരണി, പൂരം, പൂരാടം എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഉത്തമം. ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി പൂജ നടത്തുക. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഭദ്രകാളി ഭജനം നടത്തുന്നതും ഭരണി നക്ഷത്രത്തിന് ഉത്തമമാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. എന്നിരുന്നാലും നിത്യേനെ സൂര്യദേവനെയും പരമശിവനെയും പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ മഹാലക്ഷ്മി പൂജയും ലളിത സഹസ്രനാമജപം ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവങ്ങൾ ദുർഗാദേവിയും ഭദ്രകാളിയുമാണ്. ഒപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമിയെയും ചന്ദ്രഭഗവാനെയും പ്രീതിപ്പെടുത്തുന്നതിലൂടെ രോഹിണി നക്ഷത്രത്തിന് ഗുണകരമായ നേട്ടങ്ങളുണ്ടാകുന്നു. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് രോഹിണി നക്ഷത്രത്തിന് ഉത്തമമാണ്. പൗർണമി, അമാവാസി ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും രോഹിണി നക്ഷത്രത്തിന് ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ്
മകീരം നാളിൻ്റെ ഇഷ്ട ദൈവങ്ങൾ. ഒപ്പം തന്നെ മഹാലക്ഷ്മിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭജിക്കുന്നതും മകീരം നക്ഷത്രത്തിന് ഗുണകരമാണ്. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും ഗുണകരമാണ്. ഒപ്പം തന്നെ ചൊവ്വ മകീരം ചേർന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും മകീരം ചിത്തിര അവിട്ടം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും മകീരം നാളിന് ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പരമശിവനാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഏത് കാര്യത്തിനു മുമ്പും ശിവനെ ആരാധിക്കുന്നതും ശിവസ്മരണ നടത്തുന്നതും തിരുവാതിര നക്ഷത്രത്തിന് ഗുണകരമാണ്. ഇവരുടെ രാശാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ശ്രീകൃഷ്ണ പൂജ ഉത്തമമാണ്. ഒപ്പം തന്നെ തിരുവാതിര, ചോതി, ചതയം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഉത്തമം. ജന്മനക്ഷത്ര ദിവസം രാഹുവിനെ ആരാധിക്കുന്നതും തിരുവാതിര നക്ഷത്രത്തിന് ഗുണകരമാണ്. അടുത്തതായി പുണർദം നക്ഷത്രമാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് പുണർദം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഇതോടൊപ്പം തന്നെ ശ്രീരാമനെയും പാർവതീ ദേവിയെയും ആരാധിക്കുന്നത് പുണർദം നക്ഷത്രത്തിന് ഗുണകരമാണ്. വ്യാഴം പുണർദം ചേർന്നു വരുന്ന ദിവസങ്ങളിലും പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഗുണഫലത്തെ ലഭ്യമാക്കുന്നു. ഇവരുടെ ദുരിതമോചനത്തിനായി വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുന്നത് ഗുണകരമാണ്. അടുത്തതായി പൂയം നക്ഷത്രമാണ്. മഹാവിഷ്ണുവാണ് പൂയം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഇതോടൊപ്പം തന്നെ ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശാസ്ത ഭജനം നടത്തുന്നതും പൂയം നക്ഷത്രത്തിന് ഗുണകരമാണ്. ദുർഗാ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ജീവിത ഉയർച്ച നൽകുന്നു. ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ്. ഇതോടൊപ്പം തന്നെ പൂയം ശനിയാഴ്ച ചേരുന്ന ദിവസങ്ങളിൽ ശാസ്താവിന് എള്ളുപായസം നടത്തുന്നതും ശനീശ്വര പൂജ നടത്തുന്നതും ദുരിതമോചനത്തിന് കാരണമാകുന്നു. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. നാഗദൈവങ്ങളാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവങ്ങൾ. നാഗദൈവങ്ങളുമായി ഇവർക്ക് വ്യക്തമായ ബന്ധത്തെ പറയപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണനെയും പരമശിവനെയും ആരാധിക്കുന്നതും നാഗരാജ, നാഗേക്ഷി ക്ഷേത്രദർശനം നടത്തുന്നതും ഗുണകരമാണ്. ബുധനാഴ്ചയും ആയില്യവും ചേരുന്ന ദിവസവും ആയില്യം, തൃക്കേട്ട, രേവതി ദിവസങ്ങളിലും വ്രതം എടുക്കുന്നതും ഉത്തമമാണ്. കൂടാതെ രാശാധിപനായിട്ടുള്ള ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ്. അടുത്തതായി മകം നക്ഷത്രമാണ്. ഗണപതി ഭഗവാനാണ് മകം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. നക്ഷത്രാധിപൻ കേതുവായതിനാൽ തന്നെ നിത്യേന ഗണേശഭജനം നടത്തുന്നതും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ്. രാശാധിപൻ ആദിത്യനായതിനാൽ സൂര്യനെ ആരാധിക്കുന്നതും ശിവപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ഉത്തമമാണ്. മകവും ഞായറും ചേരുന്ന ദിവസവും മകം, മൂലം, അശ്വതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും പരമശിവന് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പരമശിവനാണ് പൂരം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഇതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരിയെയും യക്ഷിയമ്മയെയും ആരാധിക്കുന്നത് ഗുണഫലങ്ങൾ ഉണ്ടാക്കും. പൂരം, വെള്ളി ചേരുന്ന ദിവസങ്ങളിലും പൂരാടം, ഭരണി, പൂരം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഉത്തമമാണ്. ഒപ്പം തന്നെ പൂരം നാളിൽ ശിവപൂജ, ലക്ഷ്മി പൂജ നടത്തുന്നതും ഗുണകരമാണ്. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ശ്രീധർമ്മശാസ്താവാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. പരമശിവനെ ധ്യാനിക്കുന്നതും ഗുണകരമാണ്. പതിവായി ശാസ്ത ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഗുണകരമാണ്. ഞായറും ഉത്രവും ചേരുന്ന ദിവസങ്ങളിലും ഉത്രം, ഉത്രാടം, കാർത്തിക ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനത്തിലൂടെയും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം
അത്തമാണ്. ഗണപതി ഭഗവാനാണ് അത്തം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഇതോടൊപ്പം തന്നെ ദുർഗാദേവിയെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് ഗുണകരമാണ്. രാശാധിപൻ ബുധനായതിനാൽ ശ്രീകൃഷ്ണക്ഷേത്ര ദർശനം ഉത്തമമാണ്. അത്തം, തിരുവോണം, രോഹിണി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും കർഗമാല സമർപ്പണവും ഉത്തമമാണ്. നക്ഷത്രദേവത സൂര്യനായതിനാൽ ശിവപ്രീതി ചെയ്യുന്നതും ഗുണകരമായിട്ടുള്ള മാറ്റത്തെ കൊണ്ടുവരും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ഭദ്രകാളി ദേവിയാണ് ചിത്തിര നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവം. ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നതിലൂടെയും ലളിത സഹസ്രനാമജപം നടത്തുന്നതും ഉത്തമമാണ്. ചൊവ്വാഴ്ചയും ചിത്തിരയും ചേരുന്ന ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ചിത്തിര, മകേരം, അവിട്ടം നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. ശ്രീകൃഷ്ണസ്വാമിയെയും ലക്ഷ്മീദേവിയെയും പ്രത്യേകം ആരാധിക്കുന്നതിലൂടെയും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം ചോതിയാണ്. ഹനുമാനാണ് ചോതി നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവം. ഇതോടൊപ്പം തന്നെ സർപ്പാരാധന നടത്തുന്നതും മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും ഉത്തമമാണ്. ചോതിയും വെള്ളിയും ചേരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും ചോതി, ചതയം, തിരുവാതിര നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഉത്തമമാണ്. സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. മഹാവിഷ്ണുവാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. വ്യാഴാഴ്ച ദിവസം വിഷ്ണുപൂജ നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ്. വിശാഖം, പൂരുരുട്ടാതി, പുണർദം എന്നീ നാളുകളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും വ്യാഴാഴ്ചയും വിശാഖം ചേരുന്ന നാളുകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. ലക്ഷ്മീ ദേവിയെയും ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതിലൂടെയും വിശാഖ നക്ഷത്രത്തിന് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ഭദ്രകാളി ദേവിയാണ് അനിഴം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഭദ്രകാളി മന്ത്രജപം നടത്തുന്നത് ദുരിതമോചനത്തെ നൽകുന്നു. ഇതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും ശാസ്താവിനെയും ഭജിക്കുന്നതിലൂടെ ഗുണകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ശനിയാഴ്ച ദിവസങ്ങളിലും ശനിയും അനിഴം ചേരുന്ന ദിവസങ്ങളിലും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാണ്. ഇതോടൊപ്പം അനിഴം, ഉത്രട്ടാതി, പൂയം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. തൃക്കേട്ടയും ബുധനും ചേരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. തൃക്കേട്ട, ആയില്യം, രേവതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഗുണകരമാണ്. ഇതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും ഭജിക്കുന്നതിലൂടെ തൃക്കേട്ട നക്ഷത്രത്തിന് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മൂലമാണ്. ഗണപതി ഭഗവാനാണ് മൂലം നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവം. നിത്യം ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നതും പതിവായി ഗണപതി ഭജനം നടത്തുന്നതും ജന്മദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നതും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. ഒപ്പം തന്നെ വ്യാഴാഴ്ചയും മൂലവും ചേരുന്ന ദിവസങ്ങളിലും മൂലം, അശ്വതി, മകം എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. രാശാധിപൻ വ്യാഴമായതിനാൽ വിഷ്ണുക്ഷേത്ര ദർശനവും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. മഹാലക്ഷ്മി ദേവിയാണ് പൂരാടം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഇതോടൊപ്പം തന്നെ അന്നപൂർണേശ്വരിയെയും മഹാവിഷ്ണുവിനെയും ഭജിക്കുന്നത് ഉത്തമമാണ്. വ്യാഴവും പൂരാടവും ചേരുന്ന ദിവസങ്ങളിൽ വിഷ്ണു പൂജയും വെള്ളി, പൂരാടം ചേരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയും നടത്തുന്നത് ഉത്തമം. പൂരാടം, ഭരണി, പൂരം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. പരമശിവനും മഹാവിഷ്ണുവുമാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവങ്ങൾ. ഞായറാഴ്ച ദിവസം സൂര്യദേവ ആരാധന നടത്തുന്നതും വ്രതം എടുക്കുന്നതും ഉത്തമമാണ്. ഉത്രാടം, കാർത്തിക, ഉത്രം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഞായറും ഉത്രാടവും ചേരുന്ന ദിവസങ്ങളിൽ ശിവഭജനം നടത്തുന്നതും ഗുണകരമാണ്. ഒപ്പം തന്നെ മഹാവിഷ്ണുവിനും
ശാസ്താവിനും പ്രത്യേകം ആരാധന നൽകുന്നതിലൂടെ ഗുണകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായി തിരുവോണം നക്ഷത്രമാണ്. ദുർഗാദേവിയാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. തിരുവോണം നക്ഷത്രത്തിൻ്റെ രാശാധിപൻ ശനി ആയതിനാൽ ശാസ്താഭജനം നടത്തുന്നതും ശനീശ്വര പൂജ നടത്തുന്നതും നല്ലതാണ്. പൗർണമി ദിവസങ്ങളിൽ ദുർഗാപൂജയും അമാവാസി ദിവസങ്ങളിൽ ഭദ്രകാളി പൂജ നടത്തുന്നതും ഉത്തമം. തിരുവോണം, രോഹിണി, അത്തം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്. ഭദ്രകാളി ദേവിയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദൈവം. ഇതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും ഗുണകരമാണ്. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ തന്നെ ചൊവ്വാപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. അവിട്ടം, മകയിരം, ചിത്തിര എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. ഇതോടൊപ്പം അവിട്ടം, ചൊവ്വ ചേരുന്ന ദിവസങ്ങളിൽ ഭദ്രകാളിക്ക് ഭജന നടത്തുന്നതിലൂടെ ഗുണകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായി ചതയം നക്ഷത്രമാണ്. നാഗദൈവങ്ങളും ശാസ്താവുമാണ് ചതയം നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവങ്ങൾ. ചതയ ദിവസം രാഹു പൂജ നടത്തുന്നതും കുടുംബത്തിലെ സർപ്പക്കാവ് സംരക്ഷിക്കുന്നതും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. ചതയം, തിരുവാതിര, ചോതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. രാശാധിപനായിട്ടുള്ള ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായി ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നൽകുന്നത് ഗുണകരമാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. മഹാവിഷ്ണുവാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവം. ജന്മദിവസം മഹാവിഷ്ണുവിന് പൂജ നടത്തുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. നക്ഷത്രാധിപൻ ശനീശ്വരനായതിനാൽ ശാസ്താവിന് നീരാഞ്ജനം നൽകുന്നതും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. ഒപ്പം തന്നെ പൂരുരുട്ടാതിയും ശനിയും ചേരുന്ന ദിവസങ്ങളിലും പൂരുരുട്ടാതി, പുണർദം, വിശാഖം എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ശാസ്താവും ശ്രീരാമ ഭഗവാനുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവങ്ങൾ. ഇതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. പൂരം, അനിഴം, ഉത്രട്ടാതി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. ശനിയും ഉത്രട്ടാതിയും ചേരുന്ന ദിവസങ്ങളിലും ജന്മദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നതും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. അടുത്തത് രേവതി നക്ഷത്രമാണ്. ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ് രേവതി നക്ഷത്രത്തിൻ്റെ ഇഷ്ട ദൈവങ്ങൾ. ലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും വിഷ്ണു മന്ത്രം ജപിക്കുന്നതും ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരും. രേവതി നക്ഷത്ര ദിവസവും രേവതിയും ബുധനും ചേരുന്ന ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണകരമാണ്. ഒപ്പം തന്നെ രേവതി, ആയില്യം, തൃക്കേട്ട എന്നീ നക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രം സന്ദർശിക്കുന്നത് ഗുണകരമായ മാറ്റത്തെ കൊണ്ടുവരുന്നു. നക്ഷത്രാധിപൻ ബുധനായതിനാൽ ശ്രീകൃഷ്ണ പൂജ നടത്തുന്നത് ഉത്തമമാണ്. ഇത്തരത്തിൽ ഇഷ്ടദൈവങ്ങളെ തിരിച്ചറിഞ്ഞ് ഒപ്പം തന്നെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ കർമ്മദോഷങ്ങളെ മറികടക്കാൻ നമുക്ക് സഹായകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരെയും വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ.